പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കൃപാസന പ്രസാദന മാതാവിന് കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ. ഞാൻ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട വിളക്കണ്ണൂർ ഇടവകാംഗമാണ്. 2022 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തോളമായി 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടബാധ്യതയായി ഞാൻ മാനസികമായിട്ട് ഒത്തിരി തകർന്ന അവസ്ഥയിലായിരുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും ഏത് പത്ര ഏജൻസി ഉണ്ടായിരുന്നു, LIC ഏജൻ്റാണ്. പല മേഖലകളിൽ ജോലി ചെയ്തിട്ടും എൻ്റെ കടബാധ്യതകൾ കൂടുന്നല്ലാതെ കുറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഒത്തിരി ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം കാരണം ഭാര്യയും മക്കളെല്ലാവരും ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന കാലത്ത് കൃപാസനത്തെക്കുറിച്ച് 2-3 പേര് വഴി ഞാൻ കേട്ടു. ഈ ഏപ്രിൽ മാസം ഞാൻ വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലിക്ക് പൈസ പോലും ഇല്ലാതെ വായ്പ മേടിച്ചായിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വണ്ടി കയറിയത്. ഇവിടെ എത്തി കൃപാസനത്തിൻ്റെ സന്നിധിയിൽ കാലുകുത്തിയ നിമിഷം തന്നെ എൻ്റെ മനസ്സിനൊരു ശാന്തത കൈവന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഉടമ്പടി എടുത്തു, 6 നിയോഗങ്ങൾ വെച്ചു. ആദ്യത്തെ നിയോഗം എൻ്റെ കടുത്ത സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ ദൈവം അതെങ്ങനെ പരിഹരിക്കും, ഇത്രയും ലക്ഷം രൂപയുടെ കടം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ തമ്പുരാൻ്റെ പദ്ധതി മനുഷ്യബുദ്ധിക്ക് അളക്കാൻ പറ്റുന്നതല്ലല്ലോ. ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ ഒരു മേഖലയിൽ എത്തിച്ചേർന്നു. പന്നി ഫാമിലേക്ക് തിരിഞ്ഞു. പന്നി ഫാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കടബാധ്യത കുറയുന്നുമില്ല ഞാനിങ്ങോട്ട് വരുന്നത്. ഞാൻ ഇവിടുന്ന് തിരിച്ചു ചെല്ലുന്ന സമയത്ത് പന്നി ഫാമിൽ ഞങ്ങൾ നന്നായി പരിചരിക്കുമെങ്കിലും ഞങ്ങളുടെ പന്നികൾ ഇടയ്ക്കിടയ്ക്ക് ചത്തുപോകുന്നു. കാരണമില്ല. തലേദിവസം ഞങ്ങൾ കണ്ടുപോകുമ്പോൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത പന്നികൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ചത്ത് കിടക്കുന്നു, കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു. ഇതൊക്കെ ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായി തന്നെ കടബാധ്യതയെക്കുറിച്ചാണ് ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞല്ലോ. അവിടെ തിരിച്ച് വന്നതിന് ശേഷം ഒരു പന്നി പോലും ഒരു കേടുപാട് കൂടാതെ ഞങ്ങൾക്ക് ലഭിച്ചു. പന്നികൾ പ്രസവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ലായിരിക്കും. പന്നിയുടെ പ്രസവകാലം എന്ന് പറഞ്ഞാൽ 3 മാസവും 25 ദിവസവുമാണ്. പക്ഷേ ഞാനും ഭാര്യയും കൂടെ പറയും, ഞങ്ങൾ ഡേറ്റ് എഴുതി വെച്ചിട്ട് പോലും ആ 3 മാസം 25 ദിവസമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ പന്നികൾ പ്രസവിക്കുകയും സാധാരണയിൽ കൂടുതൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിച്ച് ഒത്തിരി കുഞ്ഞുങ്ങളെ നൽകി ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ആ പന്നിക്കുഞ്ഞുങ്ങളെ വിറ്റ് ഞങ്ങളുടെ കടബാധ്യത 80% ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വീട്ടാൻ സാധിച്ചു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണെന്ന് ഞാനും കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ആത്മീയമായി ഞങ്ങൾ ഒത്തിരി വളർന്നു. മുടങ്ങാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. പിന്നെ ഉണ്ടായ അനുഗ്രഹം 30 വർഷമായി എൻ്റെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എൻ്റെ മനസ്സിലെ ഒരു അസ്വസ്ഥത, അമ്മയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ അച്ഛൻ്റെ ടോക്ക് ഞാൻ യൂട്യൂബിൽ കൂടെ കാണുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല മേഖലകളുണ്ട്. നമ്മൾ ആദ്യം തിരിച്ചറിയണം, സ്വയം വിശകലനം ചെയ്യാൻ. എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ദൈവം ശ്രമിക്കാത്തത്? അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം? ഞാൻ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ലോ എന്ന് ചിന്തിച്ചു. അപ്പം എൻ്റെ മനസ്സിലോട്ട് ദൈവം ഈ തോന്നൽ വന്നു, അമ്മയോട് ക്ഷമിക്കണം, ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, അവരെ പോയി കണ്ട് നമ്മൾ ക്ഷമിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുന്നു. അപ്പം നമുക്ക് സമൂഹത്തെ, അതായത് 30 വർഷമായിട്ട് ഉപേക്ഷിച്ച് പോയ ആളാണ്, അവരെയൊക്കെ പോയി കാണുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മുമ്പിൽ നമുക്കൊരു വളരെ മോശം തോന്നൽ ഇതായതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ മടിച്ചു. പിന്നെ ദൈവത്തിൻ്റെ കടുത്ത പ്രേരണ എന്നിൽ ഓരോ ദിവസം കൂടുതൽ വന്നപ്പോൾ ഉടമ്പടി ആയിരിക്കുന്ന ആൾ ആരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടല്ലോ, ഉടമ്പടി കൊണ്ട് കാര്യമില്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അടുത്ത നാളുകളിൽ തന്നെ എൻ്റെ കുടുംബസമേതം പോയി എൻ്റെ അമ്മയെ കണ്ടു. ഞങ്ങൾ ക്ഷമിച്ചു എന്ന് അമ്മയെ അറിയിച്ചു. അതിനുശേഷമാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ വന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ മൂത്ത മകൾക്ക് 4-5 വർഷമായിട്ട് മാസത്തിൽ 2 തവണയെങ്കിലും പനി വരും. പനി വരുമ്പോൾ ശ്വാസം മുട്ടൽ വരും. രാത്രി 10 മണിക്കും 12 മണിക്കൊക്കെ കൊച്ചിനെ കൊണ്ട്, ശ്വാസം മുട്ടുന്ന കൊച്ചിനെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോവും. ഒത്തിരി വിഷമിച്ചു. അതും ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു. ഉടമ്പടിയിൽ നിയോഗം വെച്ച അതിനുശേഷം ഇന്ന് വരെ ഒരിക്കൽ പോലും ശ്വാസം മുട്ടൽ മൂലം കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ എൻ്റെ 3ാമത്തെ ഒരു മകനാണ്. അവൻ്റെ കണ്ണിന് ചെറുപ്പം തൊട്ടേ ഒരു കണ്ണിന് സ്വല്പം കുറച്ച് അടഞ്ഞിരിക്കുന്നൊരവസ്ഥയുണ്ട്. അത് ഞാൻ നിയോഗം വെച്ചു. അതും എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നീട് വിട്ടുപോയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പന്നി ഫാമിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, കടബാധ്യതയായിട്ട് കടന്നു വരുന്ന ആൾക്ക്
വാടക വണ്ടിക്കാണ് ഫാമിലിക്ക് ഞങ്ങൾ തീറ്റ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു വാഹനം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. എന്ന് വെച്ചാൽ കടങ്ങൾ കൊടുക്കാനുണ്ട്, അത് കൊടുത്തു തീർക്കണം. അത് കഴിഞ്ഞിട്ടല്ലേ സ്വന്തമായിട്ടൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം നിയോഗങ്ങൾ 5 എണ്ണം എഴുതി. 6ാമത്തെ നിയോഗം എന്താണെന്ന് എഴുതുന്നത് എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് എഴുതി, എൻ്റെ സ്വന്തം കാര്യം എഴുതിയിട്ട് ഒരു നിയോഗം എനിക്ക് എഴുതാൻ. അപ്പോൾ സമയമായി, പേപ്പർ കൊടുക്കേണ്ട നേരമായി. ഇപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് തോന്നി ഫാമിലെ ആവശ്യത്തിനായി സ്വന്തമായൊരു വാഹനം എന്ന് എഴുതാൻ. ഞാൻ വെറുതെ എഴുതിയതാണ്, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു രീതിയിൽ ഞാൻ എഴുതി. പക്ഷേ ഞാൻ ഇവിടുന്ന് ചെന്ന 3 മാസത്തിനുള്ള 1 രൂപ പോലും കടമില്ലാതെ 2,30,000 രൂപയുടെ ഒരു വാഹനം എൻ്റെ വീട്ടിൽ വന്നു. അതൊക്കെ ഈശോയുടെയും മാതാവിൻ്റെയും വലിയ അനുഗ്രഹം മൂലമാണെന്ന് ഞങ്ങൾക്ക് കുടുംബത്തിനറിയാം. പിന്നെ അടുത്ത സാക്ഷ്യം, ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടെ ഷെയറായിട്ടാണ് ഒരു പറമ്പിൽ തന്നെ ലീസിന് പന്നിഫാം നടത്തുന്നത്. 5 വർഷം കാലാവധി പൂർത്തിയാകുമ്പോൾ ഒഴിവാകണമെന്ന് അവർ 4.5 വർഷമായപ്പോൾ 6 മാസം മുമ്പേ പറഞ്ഞു. 6 മാസം നമുക്ക് 5 വർഷം പൂർത്തിയാകുമ്പോൾ ഒഴിവായി തരണം. അവർ അവകാശികൾ തമ്മിൽ ഒരു തർക്കമുള്ളത് കൊണ്ടാണ് ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പം സംസാരിച്ചാൽ അത് ശരിയായില്ല എന്ന് നമുക്ക് ഉറപ്പായി. സംസാരിച്ച് മുഷിയാന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്. ഒരുപാട് നിരാശപ്പെട്ടിരുന്ന ഞങ്ങളെ ഇത്രയും കരകയറ്റി സാമ്പത്തികമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇനിയൊരു സഹനം കൂടെ ഏറ്റെടുക്കാനുള്ള കഴിവില്ല. ഇത് വിട്ടൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പുതിയൊരു മേഖല തേടണം. അതിനുള്ള കഴിവ് എനിക്കില്ല. അമ്മ മാതാവ് ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞാനും കുടുംബവും ശക്തമായി പ്രാർത്ഥിച്ചു. ആ കുടുംബവും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കസിൻ ബ്രദറും അവരും പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ മാതാവിൻ്റെ വലിയ മധ്യസ്ഥതയാൽ വീണ്ടും ഒരു 5 വർഷം കൂടെ അവർ കാലാവധി നീട്ടിത്തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഒരു സാക്ഷ്യം, ഞാൻ മുമ്പ് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, പത്ര ഏജൻസി ഉണ്ടായിരുന്നു. പത്ര ഏജൻസി നടത്തി കടബാധ്യത പ്രശ്നമായപ്പം അത് ഒരു പണം അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരു കേസ് എൻ്റെ പേരിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി അതിൻ്റെ പേരിൽ വേദനിച്ചു. പക്ഷേ ഒരു വൈദികൻ്റെ ഒരു ഇടപെടൽ മൂലം, അതും തമ്പുരാൻ്റെ ഒരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു, ഒരു വൈദികൻ്റെ ഇടപെടൽ മൂലം അത് വളരെ ചെറിയ തുകയ്ക്ക് ആ കേസ് കോംപ്രമൈസ് ആക്കി ഈ ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് തന്നെ അത് പരിഹരിച്ചു. ഇതിനൊക്കെ നന്ദി പറയുവാൻ വേണ്ടി കഴിഞ്ഞ ദുഃഖശനിയാഴ്ച ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളുടെ 2 കുടുംബങ്ങളും കൂടെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ദുഃഖശനിയാഴ്ച ഉടമ്പടി പുതുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ നിന്നപ്പം ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ സഹോദരനും, സഹോദരൻ്റെ മക്കളുണ്ട്, എൻ്റെ 3 മക്കളുണ്ട്, 2 പേരുടെ ഭാര്യമാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം ഒഴുകി വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ മുല്ലപ്പൂ കൊണ്ട് വെച്ചതുകൊണ്ടായിരിക്കും. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, ഏട്ടാ നിനക്ക് സുഗന്ധാഭിഷേകം കിട്ടിയോ? അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയുള്ള ഇതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ചേട്ടത്തിയമ്മ, ഞാൻ കൃപാസനത്തിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ വായ്പ മേടിച്ചത്, അതറിഞ്ഞിട്ട് എൻ്റെ ചേട്ടത്തിയമ്മ അന്നത്തെ ആ ബോധ്യം വെച്ച് ചേച്ചി ഒന്ന് തമാശയായി കളിയാക്കിയതാണ്. കടത്തിൻ്റെ മുകളിൽ ഒരു കടവും കൂടെ കൂട്ടി വെച്ചിട്ട് മാതാവിനെ കാണാൻ ആലപ്പുഴ വരെ പോകേണ്ട ആവശ്യമുണ്ടോ, ഇവിടെ ഒന്നും മാതാവില്ലാഞ്ഞിട്ടാണോ എന്ന് ചേച്ചി തന്നെ ഞാൻ പോകുന്ന പാടെ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. ആ ചേച്ചി, ഞാനിപ്പോൾ 4ാമത്തെ തവണയാണ് വന്നത്. ചേച്ചി 6 തവണ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത് തന്നെ ചേച്ചി ഈ അൾത്താരിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം ഇടപെടും. പ്രേക്ഷിത പ്രവർത്തനം കഴിയുന്ന വിധത്തിലെല്ലാം പാവങ്ങളെ സഹായിക്കുവാനും രോഗികളെ പോയി സന്ദർശിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. കൃപാസനത്തിലെ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി വീടുകളിൽ കയറി തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. യോഹന്നാൻ 2:5 അവൻ പറയുന്നത് ചെയ്യുവിൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് അവരുടെ ആ പ്രതിസന്ധി മറികടക്കുവാനായിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്ന മാർഗമാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ എന്നുള്ളത്. അവിടെയുള്ള വേലക്കാരൊക്കെ ഈശോ പറഞ്ഞതനുസരിച്ചപ്പോൾ ആ ഭരണികളിൽ വെള്ളം നിറച്ച് വെച്ചപ്പോൾ ഈശോ അത് അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കി മാറ്റി. ഇതുപോലെ തന്നെയാണ് 6 കൽഭരണികളെ സൂചിപ്പിക്കും വിധം നമ്മൾ 5-6 കാര്യങ്ങൾ നിയോഗമെഴുതി വെച്ച് കാത്തിരിക്കുന്നത്. ഇവിടെ തീർന്നുപോയ വീഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈശോയെ അനുസരിക്കുന്നത് പോലെ തന്നെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് അവരുടെ നിയോഗം പൂർത്തിയാകുവാനായിട്ട് നമുക്ക് 6 നിബന്ധനകൾ നൽകുന്നുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ബിജോ ചേട്ടൻ ആദ്യമേ തന്നെ അമ്മയോട് ക്ഷമിക്കണമെന്ന് ചിന്തിച്ചത്. ഉടമ്പടി എടുക്കുന്നവരോട് ക്ഷമിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്യുവാനെന്ന് അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ബിജോ ചേട്ടൻ പറഞ്ഞത്
അങ്ങനെ ചിന്തിച്ച് ഉടനെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മുതൽ സൗഖ്യം തുടങ്ങിയെന്നുള്ളതാണ്. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ വചനമാണ് പാലിക്കുന്നത്. അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.